എന്തു രസമല്ലേ കേൾക്കാൻ. സുഹൃത്തുക്കളെ, നമ്മുടെ തൃശ്ശൂര് ഒരു അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച്, ഈ അയ്യപ്പൻ വിളക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമലയ്ക്ക് പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ്. ഈ ഒരു സമയത്താണ് നമുക്കത് കാണാൻ കഴിയുക. എന്തായാലും അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് നമ്മുടെ തൃശ്ശൂരിൽ പാടിയൊരു പാട്ടാണ്. ഒരു കൊച്ചു പെൺകുട്ടിയാണ് ഇത് പാടുന്നത്. മുറ്റത്തെ കല്യാണ രാവ് എന്നൊക്കെ പറഞ്ഞിട്ട്, മക്കത്തെ കല്യാണ രാവ്. നല്ല രസം, എന്തൊരു ഇമ്പമായിട്ടാ പാടുന്നു നോക്കി. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു വർഗീയ പാട്ടായിട്ട് തോന്നിയിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ചില ആളുകൾക്ക് ഇതൊരു വർഗീയ പാട്ടായിട്ട് തോന്നുമെന്നുള്ളതാണ്. ആർക്കെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ നിങ്ങൾക്കത് കത്തിക്കാണും. നിങ്ങളുടെ മനസ്സിലേക്ക് ആർക്കായിരിക്കും ഇതൊരു വർഗീയമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കുക എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ശശികല ടീച്ചർ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ എന്തോ ഒരു സംഭവമാണ്. ആ ശശികല ടീച്ചർക്ക് ഈ ഒരു പാട്ട് വർഗീയ പാട്ടായിട്ടാണ് തോന്നിയത്. ആ ഒരു ശശികല ടീച്ചർ എന്ന് പറയുന്ന അവർ പറയുന്നത് ഇവിടെ മുസ്ലിങ്ങൾ 51% ഇവിടുത്തെ ഹിന്ദുക്കൾ 49% ചെയ്യും. അന്ന് ഇവിടെ ദേശവിളക്കുണ്ടാവില്ല, അയ്യപ്പനുണ്ടാവില്ല, വാവൂരുണ്ടാവില്ല, ശബരിമല ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവസാനം ഇവിടെ അവരുടെ ആഘോഷങ്ങൾ മാത്രമായിരിക്കും നടക്കുകയെന്ന് ശശികല ടീച്ചർക്ക് വേവലാതി ഉണ്ടാവുന്നു. സുഹൃത്തുക്കളെ, വേവലാതി. ഇവർ ആഞ്ഞു ശ്രമിച്ചു കഴിഞ്ഞാലും, മുസ്ലിങ്ങൾ ആഞ്ഞു ശ്രമിച്ചു കഴിഞ്ഞാലും ഇന്ത്യയിലെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഹിന്ദുക്കളുടെ എണ്ണത്തിന്റെ ഒപ്പം എത്താൻ സാധിക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ. ഇനിയിപ്പോ എന്നിട്ടും ഇവരിങ്ങനത്തെ ഒരു വേവലാതി സാധനം പറയുന്നു നോക്കി. ഇനിയിപ്പോ അവർ ആഞ്ഞു ശ്രമിച്ചു അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ ആക്രമിക്കുമെന്നാണ് ഇവരൊക്കെ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇതൊക്കെ എന്ന് നടക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് ചരിത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും പറയാനുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്റെ സുഹൃത്തുക്കളെ, സംഖ്യവർത്തമാനമല്ലാതെ വേറെ ഒന്നുമില്ല ഈ ശശികല ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെയാണ്, ദേശവിളക്കുകൾ ഇനി എത്ര കാലം? ഇവിടെ അയ്യപ്പന്മാർ 49% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളുടെ എണ്ണം 49% അങ്ങനെ ഹിന്ദുക്കളുടെ എണ്ണം 49% ഇവിടുത്തെ മുസ്ലിങ്ങൾ 50% കടക്കണമെന്നർത്ഥം. എണ്ണത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾ 50% കടക്കണം, അല്ലെങ്കിൽ അവരത് കടക്കും എന്നർത്ഥം. എന്തായാലും ഇത് കേൾക്കൂ. വാവർമാർക്ക് പിന്നെ വിളക്കും വേണ്ട, താലവും വേണ്ട. ഈ വാവരെന്ന് പറയുന്ന മുസ്ലിങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത്? പിന്നെ ഇവിടെ മുസ്ലിങ്ങളെ കൂടിക്കഴിഞ്ഞ പിന്നെ അവർക്കെന്ത് അയ്യപ്പൻ, അവർക്കെന്ത് വാവര്, അവർക്കെന്ത് ദേശവിളക്ക്, അവർക്കെന്ത് വിളക്ക്, അവർക്കെന്ത് താലം. അതായത് ഇവിടെ മുസ്ലിങ്ങൾ കൂടുകയും ഹിന്ദുക്കൾ ആഘോഷം ഇല്ലാണ്ടാവുകയും ചെയ്യുമെന്നാണ് ശശികല ടീച്ചർ പറയുന്നത്. എന്തൊരു ഭീകര വർത്തമാനം ആലോചിച്ച്. അതുവരെ നബി കല്യാണവും ബാങ്കും നിസ്കാരവും ഒക്കെയായി ദേശവിളക്കുകൾ കൊഴുപ്പിക്കാം. മതേതരത്വമേ ശരണമയ്യപ്പ. എന്റെ പൊന്നു ശശികല ടീച്ചറെ, എത്രയോ കാലമായി ദേശവിളക്കുകൾ നമ്മുടെ കേരളത്തിൽ നടക്കാൻ തുടങ്ങിയിട്ട്. അന്നു മുതൽ തന്നെ ഇത്തരത്തിലുള്ള പാട്ടുകള്, ഇത്തരത്തിലുള്ള ആഘോഷ രീതികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലെ ദേശവിളക്കുകൾക്ക് മുസ്ലിങ്ങൾ എന്നല്ല എല്ലാവരും വരും. ഹിന്ദുക്കൾ മാത്രമല്ല വരിക. ഞങ്ങളൊക്കെ പോകാറുണ്ടെന്നേ ഇത്തരം ദേശവിളക്കുകൾക്ക്. ഈ അടുത്ത് പോലെ എന്റെ നാട്ടിൽ അങ്ങനത്തെ ഒരു ദേശവിളക്ക് നടന്നേ ഉള്ളൂ. അവിടെ ഹിന്ദുക്കൾ മാത്രമാണ് ദേശവിളക്കിന് പോയത്? അല്ല, പരിസര പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും എല്ലാവരും അവിടെ പോകും. 3 നേരവും അവിടെ പോയി ഭക്ഷണം കഴിക്കും. ഇനി അവിടെ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരുപക്ഷെ ശശികല ടീച്ചർമാരെ പോലുള്ള ആളുകൾക്ക് തോന്നുക, അവര് ഭക്ഷണം കഴിക്കാൻ വന്ന്. ഇനി പോയി ഇനിയിപ്പോ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് ഇവന്മാര് കോഴി ബിരിയാണി വിളമ്പും, അല്ലെങ്കിൽ ബീഫ് ബിരിയാണി വിളമ്പും എന്ന് ഈ ആയ്മ എഴുതി വെക്കില്ലേ? അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള വർഗീയതയല്ലേ ഇവരൊക്കെ മനസ്സിലുള്ളത്? ഒരു മുക്കത്തെ കല്യാണ രാവ് എന്ന് പറയുന്ന ഒരു പാട്ട് പാടിയതിന്റെ പേരിലാണ്. ഇനിയിപ്പോ അയ്യപ്പ വിളക്കിനെ സംബന്ധിച്ചിട്ട് അയ്യപ്പനും വാവരും തമ്മിലുള്ള ഒരു യുദ്ധം കാണിക്കാറുണ്ട്. അവർ സൗഹൃദത്തിലേക്ക് എത്തുന്ന ഒരു കഥ കാണിക്കാറുണ്ട്. അയ്യപ്പനും വാവനും വരുന്നു, ഒരു അമ്പലം തകർക്കാൻ ശ്രമിക്കുന്നു, വാവര് വന്നിട്ട്. ഇതൊക്കെ ഫേക്ക് കഥകളാണെങ്കിലും കിടക്കട്ടെ. തകർക്കാൻ ശ്രമിക്കുന്നു, 2 പേര് ഫൈറ്റ് ആവുന്നു, 2 പേർക്ക് അവസാനം തിരിച്ചറിയുന്നു, 2 പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാനും കഴിയില്ല, ജയിക്കാനും കഴിയില്ല. അവസാനം ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് വാവരനെ
തെരഞ്ഞെടുക്കുകയാണ് അയ്യപ്പൻ. അവർ കെട്ടിപ്പിടിക്കുന്നതോട് കൂടിയിട്ട് ആ ഒരു കഥ അവിടെ അവസാനിക്കുന്നു. രാത്രിയാണ് ഇതൊക്കെ നടക്കുക. എൻ്റെ പൊന്നു ശശികല ടീച്ചർ അത് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ നാളെ ഇപ്പോഴിതാ ശബരിമലയുടെ അമ്പലത്തിന് താഴെയൊക്കെ വെട്ടും കുത്തുമായി നടക്കാനായിട്ട്, കുത്തും റാത്തുമ്പം നടത്താനായിട്ട് ഇപ്പോൾ മുസ്ലിം ആൾക്കാരൊക്കെ ക്ഷണിക്കൽ തുടങ്ങി. കുറച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ വല്ല നബി എന്താ പറയുക സംഗതിയിൽ മാത്രമായിരിക്കും, പരിപാടികൾ മാത്രമായിരിക്കും നടക്കുക. അതിലേക്ക് എത്തുമല്ലോ എന്ന് ഒരു പക്ഷേ ശശികല ടീച്ചർ വേവലാതിയാവില്ലേ? അപ്പൊ ശശികല ടീച്ചർ ഇതൊന്നും കണ്ടിട്ടില്ല. ഇമ്മാതിരി പരിപാടികളൊക്കെ ഹിന്ദു മതാചാര പ്രകാരമായിട്ടൊക്കെ നടക്കുന്നുള്ള കാര്യം പലപ്പോഴും ഇവരിതൊന്നും കണ്ടിട്ടില്ലെന്നൊക്കെ എനിക്ക് തോന്നിപ്പോകുന്നത്. ഇനി ഇത് മാത്രമാണോ പാട്ടുകൾ? മക്കത്തെ കല്യാണ രാവ് എന്ന് പറഞ്ഞ ഈ പാട്ട് മാത്രമാണോ ഉള്ളത്? അല്ലെന്നേ. ഒരു പാട്ട് കൂടി കേട്ടോക്ക്. ഇത് സംഘൃതപമകരി തങ്കത്തിങ്കത്തടികീണ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ, അതിന്റെ ട്യൂണിലുള്ള ഒരു പാട്ടാ. ഇതും ഒരു അയ്യപ്പൻ വിളക്കിന് നമ്മുടെ കേരളത്തിൽ പാടിയ പാട്ടാണ്. എൻ്റെ പൊന്നു ശശികല ടീച്ചർമാരെ, ഇങ്ങനെയാണ് കേരളം, ഇങ്ങനെ പാടുള്ളൂ കേരളം. അത് നബി തിരുമേനിയെ പറ്റിയുള്ള പാട്ടാണ്, നമുക്ക് ഇവിടെ പാടാൻ കഴിയില്ല, ഇവിടെ പാടാൻ പാടില്ല എന്ന് പറയുന്ന വർഗീയ വർത്തമാനങ്ങളൊന്നും കേരളത്തിൽ പലരും ചിന്തിക്കുന്നില്ല. ബഹുഭൂരിപക്ഷം പേരും നോക്കൂ, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ നിങ്ങൾ നോക്കൂ, ഇതിൽ കൂടിയിരിക്കുന്ന ആളുകൾ നോക്കൂ, വേറെ പാട്ടാണ്. അല്ലോന്നാണ് വിളിച്ചേ. പാത്തുമ്മ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് നോക്കൂ, ഇവിടെ എത്ര ആളുകളാണ് ഇതിൽ കൂടിയിരിക്കുന്നത്, എത്ര ആയിരം ആളുകളാണ്. ആ 1000 ആളുകൾ കൂടിയാൽ ഒരാർക്കെങ്കിലും ഇങ്ങനത്തെ പാട്ട് ഇവിടെ വേണ്ട എന്നുള്ള വർത്തമാനം അവരോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ശശികല ടീച്ചറെ പോലെ ചിന്തിക്കുന്നവർ വളരെ എണ്ണം കുറവാണ്. ഇത്തരം പാട്ടുകളും ഞങ്ങളുടെ അയ്യപ്പ സന്നിധിയിലാവാം, ഇത്തരം പാട്ടുകളും ഈ അയ്യപ്പൻ വിളക്കിൽ പോകുന്ന സ്വാമിമാർക്ക് പാടാം. അത് അശുദ്ധിയല്ല, അത് ശുദ്ധതയാണ്. ഇതാണ് കേരളം, കേരളത്തിന്റെ മതേതരത്വ പാരമ്പര്യം ഇങ്ങനെയാണെന്ന് അവിടെ കൂടിയിരിക്കുന്ന ആയിരങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഇത്തരം പാട്ടുകളൊക്കെ അവർ അംഗീകരിക്കും, അവർ പാടും. പക്ഷേ അത് ഈ ശശികല ടീച്ചറെ പോലുള്ള ആളുകൾക്ക് അത് സഹിക്കില്ല. അവർക്ക് ചൊറിഞ്ഞു കയറും, നന്നായി ചൊറിഞ്ഞു കയറും. അപ്പൊ ആ ചൊറിഞ്ഞു കയറുന്നവർക്ക് ഈ പാട്ട് ഒന്നുകൂടി വെച്ചു കൊടുക്കാം. എന്ത് രസമല്ല കേൾക്കാൻ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആഹാ, എന്നൊക്കെ ഇവരൊക്കെ ഒരു കാലം കഴിയുമ്പോഴത്തേക്കും, ഈ ഒരു സംഘടികളിലൊക്കെ ഒരു കാലം കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് എന്നാണ് ഒരു മനുഷ്യരായിട്ടൊക്കെ ജീവിക്കാൻ കഴിയുക, മനുഷ്യരെ പോലെ, സാധാരണ മനുഷ്യരെ പോലെ. ഇനി മതേതരത്തിനുള്ള വാക്കൊന്നും വേണ്ടെന്നേ, അതൊന്നുമില്ലാതെ ഒരു സാധാരണ മനുഷ്യരെ പോലെ ഇവർക്കൊക്കെ എന്നാണ് ചിന്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. എന്തിനും ഏതിനും വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം മതം കണ്ടെത്തുക. മുസ്ലിങ്ങൾ ഇവർ വെറുക്കപ്പെട്ടവരാണ്. മുസ്ലിങ്ങളെ നമ്മൾ വെറുക്കണം, ഹിന്ദുക്കളൊക്കെ വെറുക്കണം. അവരെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണം കൂടി അവസാനം ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാതാവും. സൂക്ഷിക്കണമെന്ന് പറയുന്ന വർത്തമാനം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവർക്ക് എന്നാണ് ഒരു സാധാരണ മനുഷ്യനെ പോലൊക്കെ ചിന്തിക്കാൻ സാധിക്കുക? അറ്റ്ലീസ്റ്റ് ഈ പരിപാടി കാണാൻ വേണ്ടി കൂടിയിരിക്കുന്നത് ചുറ്റും എത്ര ഹിന്ദുക്കളാണ്. ആ കുട്ടിയുടെ ഒപ്പം ഇരുന്ന് പാടുന്നവരൊക്കെ സ്വാമിമാരാണെന്നേ, അയ്യപ്പ സ്വാമിമാരാണ് ആ കുട്ടിയുടെ ഒപ്പം ഇരുന്ന് പാടുന്നവരെല്ലാം. അവർക്കതൊരു മുസ്ലിം പാട്ടായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ്. അവർക്കത് തോന്നൂല. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും തോന്നില്ല. ഇന്നലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത് ഷെയർ ചെയ്യപ്പെടുന്നത്, ഇതാടാ മക്കളം, ഇതാണ് മക്കളെ കേരളം, ഇതാടാ കേരളം, മക്കളെന്നല്ല, ഇതാടാ കേരളം, കാണ്, ഇങ്ങനെയാണ് കേരളം.
അല്ലാതെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ജനങ്ങളുള്ളതുകൊണ്ടാണ് കേരളത്തിൽ നിങ്ങളെ താമര പിടിക്കാത്തത് എന്നാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ താഴത്തൊക്കെ പലരും കമൻറ്റുകൾ എഴുതി വച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലേ എന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. എന്ത് കുറ്റാണാവോ? എന്തായാലും അടിപൊളി, ആസ്വദിക്കിൻ, ആഘോഷിക്കിൻ. മതേതരത്വ കേരളം മുന്നോട്ട് പോകട്ടെ. ബൈ.